പ്രാർത്ഥനയില് ഞങ്ങളുടെ തിരുസന്നിധാന്യങ്ങളായിരിക്കുമ്പോൾ തികഞ്ഞ ദൈവഭയത്തിൽ ദൈവസ്ഥാനത്തിന്റെ മറവില് ദൈവം ഞങ്ങളെല്ലാവരും അറിയിക്കാൻ പോകുന്നതിന് സ്തോത്രമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിക്കണമേ. തക്ക സമിതി ജോയിൻ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമാവുന്ന നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ആ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ബോംബെയിൽ മാത്രമല്ല, ഗുജറാത്തിലും ശക്തമായ മഴയുടേതായ സമയങ്ങളാണ്. മഴ ശക്തമായി ഇവിടെ നെറ്റ്വർക്കിൻ്റെതാകുന്ന അല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗാനങ്ങൾ പാടി നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. മീറ്റിംഗിന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തില് വിവിധ രാജ്യങ്ങളിലെ പ്രാർത്ഥന ചെയർമാൻമാർ, കോർഡിനേറ്റേഴ്സ്, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എല്ലാ പ്രാർത്ഥനാ സഹായ പ്രഭാതം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വേണ്ടി പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി പോവുകയാണ്. ഗുജറാത്തിൽ നിന്ന് നമ്മുടെ പ്രിയ ഷായിച്ച ഗാനങ്ങൾ പാടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രിയാച്ചാനോട് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം, ഗാനങ്ങൾ ആലപിക്കുക. പ്രിയ ഷായിച്ച ആദരപൂർവ്വം സ്നേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത കാലത്ത് ദൈവസ്ഥനിലായി പന്തക്കൊണ്ണ കർത്താവ് നമ്മളെ കൂട്ടിവരുത്തനാട് ദൈവത്തെ സ്തുതിക്കാം. സംഭവമായ ഓരോ ദിവസങ്ങളിലും കർത്താവിന്റെ കൃപയും സമാധാനം നമ്മളോട് കൂടെ ഇരുന്നു. കഴിഞ്ഞ രാത്രി സുഖകരമായി ഉറങ്ങി ഈ പ്രഭാത കാലത്ത് ദൈവസ്ഥനിൽ കൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കിയ ഈ സമയത്താണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാവുന്ന പാട്ടാണ്. കരങ്ങളടിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. ഇനിയൊരു നാൾ പ്രിയന്റെ കൂടെ വാനമേഘേ നാം പറന്നുയരും. ഇനിയൊരു നാൾ പ്രിയന്റെ കൂടെ വാനമേഘേ നാം പറന്നുയരും. ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. നിത്യതയിലെനിക്കായി നിത്യമാം ഭവനം താതനൊരുക്കി മോക്ഷഭവനമതിൽ. നിത്യതയിലെനിക്കായി നിത്യമാം ഭവനം താതനൊരുക്കി മോക്ഷഭവനമതിൽ. സ്വർഗസിയോനിൽ ആ മനോഹര ദേശത്ത് അളവു നൂൽ വീണതിനാൽ നല്ലൊരവകാശമെനിക്കു സ്വന്തം. സ്വർഗസിയോനിൽ ആ മനോഹര ദേശത്ത് അളവു നൂൽ വീണതിനാൽ നല്ലൊരവകാശമെനിക്കു സ്വന്തം. ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. ഇന്നു ഞാൻ ഈ ഉലകിൽ ഖിന്നനായി മരുവും നിന്ന വഴി ദുഷി നിത്യപീഡകളാൽ. ഇന്നു ഞാൻ ഈ ഉലകിൽ ഖിന്നനായി മരുവും നിന്ന വഴി ദുഷി നിത്യപീഡകളാൽ. ലോകമേകിടും മാനമഹത്വങ്ങൾ വേടിഞ്ഞ് ജീവിതയാത്ര തുടരും. ലോകമെന്നും എന്നെ പകച്ചിടിലും. ലോകമേകിടും മാനമഹത്വങ്ങൾ വേടിഞ്ഞ് ജീവിതയാത്ര തുടരും. ലോകമെന്നും എന്നെ പകച്ചിടിലും.
ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. ഇനിയോ വാനം പറന്നുയരും. ഇനിയൊരു നാൾ പ്രിയന്റെ കൂടെ വാനമേഘേ നാം പറന്നുയരും. ഈ മൺകൂടാരമാം ഭവനം വിട്ടു ഞാൻ പറന്നുയരും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പാട്ടുകൂടെ പാടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ഇണയില്ല കുറുപ്രാവു പോ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാ. ഇണയില്ല കുറുപ്രാവു പോ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാ. നാഥ വരുവാൻ താമസമെങ്കിൽ, നാഥ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. ഒരു ദേവ ആശ്വസിപ്പാനൊരു ഇടവുമതില്ല, ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമതില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മന്നിലെന്നാശ്വാസമായി, എന്നും മന്നിലെന്നാശ്വാസമായി. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇങ്ങനൊരു അവസരം തന്ന ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ഈ ഗാനത്തിൽ ഞാൻ ഇരുന്നുകൊള്ളുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
രണ്ട് ഗാനങ്ങളാണ് പാടുവാനിടയായത്. കർത്താവ് നമുക്ക് തുണയാണല്ലോ, ദൈവം നമുക്ക് ആശ്വാസമാണല്ലോ, ദൈവം നമുക്ക് പരിപാലകനാണല്ലോ. ഓരോ നിമിഷവും കർത്താവിന്റെ ആശ്രയത്തിന്റെ മറവിലായിരിക്കാൻ ദൈവം ഒരു നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഒത്തിരിയും സമയം എടുക്കാനായിട്ട് പറ്റുകയില്ല. അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദാസൻ നിന്ന് സൂക്ഷിക്കുവാനായിട്ട് സമയം കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണല്ലോ. അതുകൊണ്ട് നാം ഒരുമിച്ച് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെതാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സഹോദരവർഗ്ഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളൊക്കെ ആയിരിക്കുന്നല്ലോ. പലരും നാട്ടിൽ കടന്നു വരുവാനായിട്ടിടയായി, പലർക്കും പെട്ടെന്ന് നാട്ടിൽ വരാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ആയിരിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ദൈവം എല്ലാവരെയും സൂക്ഷിപ്പാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങളിലുള്ള പ്രാർത്ഥനകളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ കൃപ, ദൈവം എല്ലാ പ്രവർത്തനങ്ങളുടെ പേരിൽ ദൈവം അയക്കുവാനായിട്ട് മിഡിൽ ഈസ്റ്റിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വേഗത്തില് ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനത്തിലുമാഞ്ഞയുടെ ദൈവമേ, നിറഞ്ഞ സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസൻ പറഞ്ഞ വിഷയത്തെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, പ്രാർത്ഥന ധ്വനി കുടുംബത്തിനായി സ്തുതിക്കുന്നതിനകത്തുള്ള മുഴുവൻ മെമ്പേഴ്സിനായി സ്തോത്രം. ഇതിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കായി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ മെൻസംബാസ്റ്റേ ആന്റിയ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഏൽപ്പിച്ച വേല ഇന്നുവരെയും വിശ്വസ്തയോടെ ചെയ്യുവാൻ അങ്ങയുടെ അഭിഷിക്തദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്ന് കർത്താവ് കൊടുക്കുന്ന നാളുകൾ, അപ്പം കൊടുക്കുന്ന സമയങ്ങൾ, അത് കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ എൻ്റെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇതിൻ്റെ ഓരോ ചാപ്റ്ററുകൾക്കായി സ്തോത്രം, ഇതിൻ്റെ ഓരോ കോർഡിനേറ്റേഴ്സിനായി സ്തോത്രം. ആമേൻ. ഈ പ്രാർത്ഥനാ ധ്വനിയിൽ നടക്കുന്ന ഓരോ കൂടിവരവുകൾക്കായി സ്തുതിക്കുന്ന ലേഡീസിൻ്റെ വൈകുന്നേരത്തെ പ്രേരണായി സ്തോത്രം. രാവിലെ കർത്തൃദാസന്മാർ സഹോദരിമാർ ഒരുമിച്ചുള്ള കർത്താവെ കൂടിവരവിനായി സ്തുതിക്കുന്നപ്പാ. മിഡിൽ ഈസ്റ്റിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വളരെ പ്രതിസന്ധിയിലൂടെ ജിസിസി രാജ്യങ്ങളെല്ലാം കടന്നു പോകുന്നല്ലോ. കരുണ കാണിക്കണമേ. യുദ്ധത്തിനൊരവസാനം ഉണ്ടാകണം. പല രാജ്യങ്ങളുടെയും കുടിവെള്ളത്തെ അവർ തകർത്തുകൊണ്ടിരിക്കുന്നപ്പാ. ദൈവമേ, ക്ഷാമവും ഭൂകമ്പവും പട്ടിണികളും ഒക്കെ ഏറുന്നൊരവസ്ഥയിലേക്ക് രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, വേഗത്തിൽ ഇതിന്മേലൊരു മറുപടി ദൈവം അയക്കണമേ കർത്താവെ. ഒരു ദൈവപ്രവൃത്തി എൻ്റെ ദൈവോട് നയിക്കുമാറാകണം. യുദ്ധം കർത്താവെ നിർത്തൽ ചെയ്യുന്നവൻ അവിടുന്നാണ്. അമ്മ, ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നവനോടുന്നാണ്. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സമാധാന അന്തരീക്ഷം രാജ്യമെമ്പാടും ഉണ്ടാകുവാനിടയാക്കണം. അമേരിക്കയൊക്കെ ഇസ്രായേലിനായി ഇറാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഭരണതലവന്മാരോട് സ്വർഗം ഇടപെടുമാറാകണം. എടുക്കുന്ന തീരുമാനത്തിൽ അത് ഉറപ്പും കർത്താവെ ജനത്തോടുള്ള കർത്താവ് നീതിയുമായിരിക്കുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പറയപ്പെട്ട മുഴുവൻ വിഷയങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വപ്പെടുത്തതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുണ്ട്. എല്ലാവരും ദൈവത്തിനെ സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥന നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മെ പ്രത്യേകിച്ച് ഈ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്നലെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വരുവാണ്ടായല്ലോ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും കർത്താവ് നമ്മുടെ പ്രാർത്ഥന ധ്വനിയുടെ ബഹ്റിലെ ചെയർമാൻ, പ്രാർത്ഥന ധ്വനി ബഹ്റിൻ ചാപ്റ്ററിന്റെ ചെയർമാനായ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ വലിയ ദാസന് ശൈര്യമാ പ്രാർത്ഥന ധ്വനി ബഹ്റിൻ ചാപ്റ്ററിന്റെ ചെയർമാനായിരിക്കുന്ന ലൈജു പാസ്റ്ററിന്റെ പിതാവിന് അല്പ സർജറിക്ക് വിധേയരാകുന്നു. മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ പിതാവിന്റെ മേൽ ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങളുടെ ജാംനൂർ ശാരദ സഭയിലെ ശ്യാമസിസ്റ്ററിന്റെ മാതാവിന് സ്ട്രോക്ക് വന്ന് തലയുടെ ഒരു ഞരമ്പ് പൊട്ടി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ഈ രണ്ട് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവിന് അത്ഭുതമേറിയ കരം ദൈവം അയക്കുവാനായിട്ട്, ദൈവീയ വിടുതലിന്റെ കരം കർത്താവ് അയക്കുവാനായിട്ട് ഈ രണ്ട് വിഷയത്തിന് വേണ്ടി വേഗത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തോത്രം. ദൈവമേ, ഇപ്പോൾ രണ്ടുപേരുടെയും പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൃത്തൻ പറഞ്ഞതായ ആ വ്യക്തിത്വങ്ങളെ ഞങ്ങൾ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ബഹ്റിൻ ചർച്ചിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഭൃത്തന്റെ കർത്താവേ, കർത്താവെ വെയിൻ പൊട്ടി പ്രബലത്തിലായിരിക്കുന്ന പ്രിയമാനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസദായകനായ കർത്താവ്, സൗഖ്യദായകനായ കർത്താവ് ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകണമേ. അവിടെ ദാസിദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ഓടിയെത്തുന്ന ദൈവത്തിന്റെ വചനം ഇപ്പോൾ
ആ പ്രിയപ്പെട്ട അങ്ങയുടെ വൃത്തന്മാരുടെ ശരീരമാതയുടെ മേൽ തൊട്ട് ആ മുറിവറ്റ കരം അപ്പ അങ്ങയുടെ സാന്നിധ്യം നിന്റെ മകന്റെ മേൽ ആമയുടെ മക്കളുടെ മേൽ വെളിപ്പെടുമാറാകണമേ. കർത്താവേ, താഴ്വരയിൽ എഹെസ്കേലിന്റെ ദൈവമേ, അസ്ഥികളുടെ മേൽ ചലിപ്പിച്ച ദൈവമാണല്ലോ. ആമേ, ഞരമ്പും ആമേ മാംസവും തൊക്കും പൊതിഞ്ഞു കർത്താവേ ആ നിഗതന്മാരിൽ ചലിക്കുമോ എന്ന് ചോദിച്ച മണ്ഡലത്തിൽ ദൈവമേ ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്തെങ്കിൽ വലിയ സൈന്യമായി താഴ്വരയിൽ എണീപ്പിച്ച ദൈവമാ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പറഞ്ഞ ആമേ രണ്ട് വ്യക്തിത്വങ്ങളെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അഭിക്ഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി സൗഖ്യം കൽപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. എല്ലാ പോരുകളും അടിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സൗഖ്യം കൽപ്പിച്ചനായി സ്തോത്രം, മഹത്വപ്പെടുത്തിരിക്കാതെ സ്തോത്രം. പ്രാർത്ഥന കിട്ടായി ശ്രദ്ധിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. വലിയ അത്ഭുതങ്ങൾ അയച്ചതിനാ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം പറയാം. സ്തോത്രം പ്രാർത്ഥിച്ച ഭാവപാസുള്ള നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് ഒരു കുഞ്ഞിന് വേണ്ടി പ്രകൃപ എന്ന് പറയുന്ന അമ്മക്ക് വേണ്ടി പ്രാർത്ഥിപ്പണ്ടയായാലോ പാമ്പ് കടിയേറ്റ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജില് കുഞ്ഞ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ അവരുടെ മാതാവിന്റെ മെസ്സേജ് വരുവാനിടയായി. ദൈവമകൾ പ്രാർത്ഥിച്ചതിന് ഫലമായി ലോകത്തിന് വിവിധ രാജ്യങ്ങളെ 15ഓളം രാജ്യങ്ങളിൽ 15,000-ഓളം പേര് പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പടയായി. ആ കുഞ്ഞിന്റെ ശരീരത്തിലെ വിഷാംശം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് മാറി. എനിക്ക് കേട്ടപ്പോ തന്നെ ആ വോയിസ് ക്ലിപ്പ് ഇന്ന് ഞാൻ അത് ഇടുന്നതായിരിക്കും. ആ കുഞ്ഞിന്റെ മേൽ വ്യാപരിച്ചതാകുന്ന ആ പാമ്പ് കടിയേറ്റ് ആ വിഷജന്തു കടിച്ച് ശരീരം മൊത്തം വിഷം കയറി. എന്നാൽ ദൈവജനം ലോകത്തിന് വിവിധ രാജ്യങ്ങളായി 15ഓളം രാജ്യങ്ങളിലോ 15,000-ഓളം ദൈവം ഒരുമിച്ച് പ്രാർത്ഥിച്ച നിമിഷം തന്നെ ആ കുഞ്ഞിന്റെ ശരീരത്തിലെ വിഷാംശം മുഴുവനും ഇറങ്ങി മാറി. ആ കുഞ്ഞ് ഡിസ്ചാർജ് ആയി ഭവനത്തിൽ കടന്നു വരുവാടെയായി. നമ്മുടെ കർത്താവ് സർവശക്തനാണ് ദൈവം. ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺ ഫിലിപ്പ് അങ്കിളിന്റെ മോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാടെയായല്ലോ. ആ പ്രിയ മോന് ഡിസ്ചാർജ് ആയി ഭവനത്തിൽ കടന്നു വരുവാടെയായി. നമ്മുടെ പ്രാർത്ഥന വെറുതെ അല്ല. 570ാമത്തെ ദിവസവും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതം ദൈവമയക്കുവാടെയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുന്ന IPCNRന്റെ പ്രസിഡന്റും പ്രാർത്ഥന തന്നെ ഗുജറാത്ത് ചാപ്റ്ററിന്റെ ചെയർമാനുമായിരിക്കുന്ന PD തോമസ് പാസ്റ്റർ ഇന്നലെ ശരീരത്തിന് അല്പം ഷിവറിങ് വന്ന് പ്രിയ ദേവദാസന്റെ ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. PD തോമസ് പാസ്റ്ററിന്റെ വിടുതലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് അല്പ നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഒരുമിച്ച് PD തോമസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ PD തോമസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ പ്രഭാതത്തിൽ ഒരുമിച്ച് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണല്ലോ കർത്താവേ. എന്നാൽ ഇന്ന് കർത്താവേ ഞങ്ങളുടെ ദാസന് ശരീരത്തിന് ഷിവറിങ് വന്ന് എന്തോ പ്രയാസത്തിൽ ഞങ്ങളുടെ ദാസനായിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ കർത്താവേ ഞങ്ങളുടെ ദാസന് പൂർണ്ണ സൗഖ്യം ഈ നിമിഷം വ്യാപരിക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ് യേശുവിന്റെ നാമത്തില്. ഒരു അത്ഭുതം ഈ നിമിഷം തന്നെ ഞങ്ങളുടെ അഭിഷിക്ത ദാസനുമേ ദൈവം അയക്കണമേ. ദൈവം കൊടുത്ത വിടുതനായി സ്തോത്രം. ഫിലിപ്പങ്ങളുടെ മോന് ദൈവം കൊടുത്ത വിടുതനായി സ്തോത്രം. അനേക വിടുതന സാക്ഷ്യങ്ങൾ ദൈവം ഞങ്ങളുടെ മേൽ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ട്. സ്തോത്രം പാസ്റ്ററെ, ഞാൻ അമ്മണി രാജന. നമ്മളെ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുത്തു. പിന്നെ അന്ന് ഡ്യൂട്ടിക്ക് നിന്ന 3 പേർക്ക് 2 ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി നിർത്തി. ഞായറാഴ്ച അവിടെ ഒരു കമ്മിറ്റി കൂടി. പിന്നെ തിങ്കളാഴ്ച തൊട്ടേ അവർക്ക് ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ. ആ 3 പേരുടെയും ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ 3 കുഞ്ഞുങ്ങളെ ജോലിയിൽ എടുക്കണം. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് വിടുതൽ കൊടുത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്തദാസന്മാർക്കും ഞാൻ ദൈവനാമത്തില് ഒത്തിരി നന്ദി പറയുന്നു. സ്തോത്രം. വിഷയങ്ങളുണ്ടോ പാസ്റ്ററെ? നമ്മളെ മെറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞങ്ങളുടെ ഇവിടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കും. ഇന്ന് നാളെയും അവരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവർ രാവിലെ ഇവിടെ വരും. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അവരെ ചർച്ചിൽ കൊണ്ടുപോകും. ഞങ്ങൾ അവർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങൾ അവരോട് സുവിശേഷം പറയുന്നുവെങ്കിലും അവരിന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുന്നുണ്ട്. എല്ലാ പ്രിയ മക്കളും എൻ്റെ സിസ്റ്ററിനെയും ആ മകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് ദൈവമല്ലാതെ ഇനി സൗഖ്യം കൊടുക്കാൻ ആരുമില്ല. ഡോക്ടർമാരൊക്കെ കൈവിടിഞ്ഞതാണ്. അന്നേരം പ്രാർത്ഥിക്കുക. ദൈവം എന്താണെന്ന് വെച്ചാൽ ദൈവം നടത്തണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു. ഈ 2 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയ
അമ്മണി രാജൻ ആന്റി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചല്ലോ. ആന്റിയുടെ മോള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ സംബന്ധമായ അല്പമായ പ്രയാസമുണ്ടായി. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പടയായി. എന്നാൽ ആ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ദൈവം സൗഖ്യം നൽകുവാനിടയായി. അതുപോലെ പ്രിയ അനുവാരി പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങള് മെമ്മറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. പൂർണ്ണമായ ഒരു വിടുതല്, ക്യാൻസറിന്റെ പ്രയാസത്തിന് പൂർണ്ണമായ ഒരു വിടുതല്. കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. കർത്താവിന്റെ വലിയ വിടുതലിന്റെ കരം ഇന്ന് പകൽക്കാലം 2 പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേറിയതുമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ കർത്താവ് സാവകാശം ഒരുക്കിയല്ലോ. അപ്പാ പിതാവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അമ്മനമ്മണി ഞാൻ പറഞ്ഞ വിഷയത്തിന് മേൽ കർത്താവെ അവിടുന്ന് ജയമെടുത്തതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അനർത്ഥവും ഹാലേലിയ ഭാരമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കിയതല്ലോ കർത്താവെ. സ്തോത്രം 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 സ്തോത്രം. അമ്മേ കർത്താവെ, സിസ്റ്റേഴ്സിനെ തിരുക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ജോലിയുടെ മേൽ കർത്താവിന്റെ കരം ഹല്ലേലൂയ. ആമേ കർത്താവെ, സ്തോത്രം. അത്ഭുതം ചെയ്യണമേ. തെറ്റുകളെ തിരിച്ചറിഞ്ഞ കർത്താവെ സ്തോത്ര. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവകൃപ കൊടുക്കണമേ. സ്തോത്രം. വീട് ജോലിയിൽ പ്രവേശിപ്പാൻ വേണ്ട എല്ലാ യോഗ്യതയും കർത്താവ് ആമേൻ കർത്താവ് കൊടുക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മെറിൻ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്ര. ആ പ്രിയ പൈതലിന് കർത്താവിന്റെ അത്ഭുതകരം ചലിക്കണമേ. അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ കർത്താവെ ഞങ്ങളുടെ ദൈവം. ആമേ കർത്താവെ, ആ കുടുംബത്തോട് ദൈവം ഇടപെടണം. കർത്താവ് വിളിച്ചു വേർതിരിക്കണം. ആ പിതാവെ, ഒരത്ഭുത വിടുതൽ കർത്താവെ കർത്താവെ സ്തോത്രവാസ പ്രാർത്ഥനയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ കരം ചലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിന്റെ വലിയ കരം, അത്ഭുതത്തിന്റെ കരം ദൈവം അയച്ച് കൃപയ്ക്കാം. നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ അനേക ദേവദാസന്മാരെ 700-ലധികം പാസ്റ്റർമാരാണ് ജയിലിൽ കിടക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. നമ്മുടെ അഭിഷിക്തദാസന്മാരെയൊക്കെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയെ മറയ്ക്കുക. പ്രത്യേകിച്ച് സുവിശേഷത്തിനെതിരായ ശക്തമായ പീഡകളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ദൈവദാസന്മാരൊക്കെ വേഗത്തിൽ തന്നെ ജാമ്യം കിട്ടി പുറത്തു വരുവാനായിട്ട് എല്ലാ നിയമത്തിന്റെ വാതിലൊക്കെ അവിടെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ്. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട് ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പല സംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ഇപ്പോഴും ബഹ്റൈനിൽ ജോൺ ഫിലിപ്പ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ രാവിലെ സമയം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ തണലില് കർത്താവെ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം. ക്ഷമിക്കണം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിദാസൻ കർത്താവെ ഇപ്പോൾ ദൈവസന്നിധിയിൽ വെച്ച ഈ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് കർത്താവെ ഹല്ലേലൂയ വിടുവിക്കുന്ന കർത്താവാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതിന്മേൽ വലിയൊരു വിജയം കർത്താവെ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവകരങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. അപ്പാ ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും കർത്താവിന്റെ കരം ഇറങ്ങി പ്രവർത്തിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേലൂയ. 700-ൽ പരം കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താസന്മാർ കർത്താവെ ജയിലറകളിലായിരിക്കുന്നത് കേൾക്കുവാനിടയായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. മനസ്സലിയണമേ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവരുടെ ഭവനങ്ങൾ കർത്താവെ കഷ്ടമനുഭവിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ സമയം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവത്തിന്റെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനായി ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവിടുന്ന് പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും തിരുമേനിക്ക്
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങൾ അയച്ചതിനായി നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് ദൈവത്തിന് വചനം സൃഷ്ടിക്കുന്ന കർത്താവിന്റെ വിലയേറിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവ് ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ അഭിഷിക്തദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം അനേക പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് ദൈവം സൃഷ്ടിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തമായി ഉപയോഗിക്കണമേ. ദൈവീയ ദൂതുകൾ ദൈവത്തിന്റെ ആലോചനകൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥനയുടെ 570 ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 40ഓളം പ്രിയപ്പെട്ടവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യാനായിട്ടുണ്ടല്ലോ. കാലാവസ്ഥയുടെ ശക്തമായ മഴ കാരണം ബോംബെയിൽ നിന്നും ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ പലരും ജോയിൻ ചെയ്യാനായിട്ട് നെറ്റിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. തക്ക സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി പ്രാർത്ഥന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, എല്ലാ പ്രാർത്ഥനാ സഹായികളെയൊക്കെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വിഷയങ്ങളെ ഓർത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ. അത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പി.ഡി. തോമസ് പാസ് പലപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടെ വെച്ച് ഈ പ്രാർത്ഥന വിഷയങ്ങൾ കേട്ട് മറന്നു പോകുകയല്ല. പി.ഡി. തോമസ് പാസ് എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും അന്നേരം എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ 15ഓളം പ്രെയർ ഗ്രൂപ്പുകളുണ്ടല്ലോ. പ്രാർത്ഥന വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ പ്രെയർ ഗ്രൂപ്പിൽ സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമേ. ആ പ്രാർത്ഥന അനേക ജീവിതങ്ങൾക്ക് വിടുതലും അനുഗ്രഹമായി തീരുന്നു. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയവ ചെയ്യട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഓരോ ചാപ്റ്ററുകളിൽ നിന്നുള്ളതായ പ്രിയപ്പെട്ടവരാണല്ലോ DD ഒക്കെ ചെയ്യുന്നത്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദൈവത്തിന് വചനം സൃഷ്ടിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തദാസനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഗുജറാത്ത് റീജിയൻ മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് കെ ആണ്. ഞങ്ങളുടെ റീജിയന്, ഞങ്ങളുടെ ഗുജറാത്ത് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുനിസിപ്പൽ കൊടുക്കുകയും പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊരു പിതാവിനെ തുല്യം സ്നേഹിക്കുന്ന വാത്സല്യ ദൈവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ദൈവത്തെ വാഴ്ത്തുന്ന നോർത്ത് ഇന്ത്യയിൽ നീണ്ട അനേക വർഷങ്ങളായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ഒരു അഭിഷിക്തദാസനാണ്. പ്രിയ ദൈവദാസനാണ് ഇന്ന് വചനം സൃഷ്ടിക്കുന്നത്. പ്രിയ ദൈവദാസൻ ഡേവിഡ് പാസ്റ്ററെ ആദരപൂർവ്വ സ്നേഹത്തോടെ നമ്മുടെ കാര്യങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്വാഗതം ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗസ്റ്റുള്ള സമയങ്ങളൊക്കെ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കിയിരുന്നാൽ ദൈവം സൃഷ്ടിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഇവിടെ ശക്തമായ മഴ പെയ്യുകയാണ്. നെറ്റ്വർക്കിന്റെ അല്പമായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാം. എന്നാലും വീഡിയോ ഓണാക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളവരൊക്കെ ഇന്ന് വീഡിയോ ഓണാക്കിയിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദൈവം സൃഷ്ടിക്ക് വേണ്ടി ഡേവിഡ് പാസ്റ്ററെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന അതിലൂടെ ഇടപെട്ടായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, അതിൻ്റെ എല്ലാ ഭാരവാഹികൾ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന ധനിയുടെ രാവിലെ നടക്കുന്ന ഈ പ്രഭാത പ്രാർത്ഥനയിൽ 570 ദിവസം ഇന്ന് പൂർത്തീകരിക്കുന്ന ദിവസമാണ്. ദൈവസന്നിധിയിൽ പ്രകാരം ഒരുമിച്ച് കൂടി വന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഈ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താദാസന്മാരും ഒക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ് എന്നോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആ പ്രവർത്തനങ്ങളെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവർ മിസ്പായിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു.
ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പായിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഇവിടെ നമുക്ക് ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ഫെലിസ്ത്യർ ആ പെട്ടകം ഇസ്രായേൽ ദേശത്തേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പെട്ടകം ഇസ്രായേൽ മടങ്ങി വന്നു. നമ്മൾ അതിന്റെ 2-ാം വാക്യത്തില് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അബീനാദാമിന്റെ വീട്ടിൽ ഈ പെട്ടകം അവരെ സൂക്ഷിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അവിടെ വായിക്കുന്നു, പെട്ടകം കിര്യത്ത് യെയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ പെട്ടകം മടങ്ങി വന്ന ഇസ്രായേൽ ദേശത്ത് ഉണ്ട്. പെട്ടകം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ആണല്ലോ. എന്നാൽ നമ്മൾ 2-ാം വാക്യത്തിൽ വായിക്കുന്ന 20 സംവത്സരം തന്നെ കഴിഞ്ഞ് പെട്ടകം അവിടെ മടങ്ങി വന്നിട്ട് ഇസ്രായേൽ ഗൃഹം ഒക്കെയും യഹോവയോട് വിലപിച്ചു. ഇസ്രായേൽ ഗൃഹം ഒക്കെ യഹോവയോട് വിലപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ കാരണം ആ കാലങ്ങളിൽ ഫെലിസ്ത്യർ അവരുടെ ഒരു വിഷയമായിരുന്നു. ഫെലിസ്ത്യർ കടന്നു വന്ന് അവരെ ആക്രമിക്കുകയും അവരെ ഞെരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അപ്പൊ ഫെലിസ്ത്യർ കടന്നു വരുന്നു, അവരെ ആക്രമിക്കുന്നു, അവരുടെ കൊള്ളകളൊക്കെ അവരെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ അവരുടെ വിഷയമായി തീരുവാൻ തക്കോണം ഇടയായി തീർന്നു. അത് മാത്രമല്ല, അവരുടെ ആരാധനയും യഥാസ്ഥാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നില്ല. കാരണം പെട്ടകം ഇരിക്കേണ്ടത് സമാഗമന കൂടാരത്തിലാണ്. എന്നാൽ ഈ അബീനാദാമിന്റെ ഭവനത്തിലാണ് ഈ പെട്ടകം 20 വർഷക്കാലമായിട്ട് ഇരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം അവർ വേണ്ടവണ്ണം ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് വാസ്തവമായിട്ട് ദൈവത്തിന് അവരുടെ ജീവിതത്തില് പ്രവർത്തിക്കുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഫെലിസ്ത്യർ കടന്നു വന്ന് അവർ ആക്രമിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥയില്ലാത്ത ഒരു അനുഭവമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ 3-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അഷ്ടരസ്ത പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ മാത്രം സേവിപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നത്, ഇസ്രായേൽ ജനം ദൈവത്തെ ഇടയ്ക്ക് വിളിക്കുന്നു എങ്കിൽ തന്നെയും അവര് മറ്റ് വിഗ്രഹങ്ങളെയും കൂടെ സേവിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നതിന്റെ കാരണം, നിങ്ങൾ ദൈവത്തെ മാത്രം സേവിക്കാതെ വണ്ണം മറ്റ് ദൈവങ്ങളെ കൂടെ നിങ്ങൾ സേവിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ദൈവം ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം പറയുകയാണ്. ബൈസലോ. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് താല്പര്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ശമൂവേൽ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് മിസ്പയിൽ കൂടുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ മിസ്പയിൽ ഒരുമിച്ച് അവരെ കൂട്ടി, അവർ ഒന്നിച്ച് കൂടി അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ അതാണ് വായിച്ചത്, അവർ മിസ്പയിൽ ഒന്നിച്ച് കൂടി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവർ ഒന്നിച്ച് മിസ്പയിൽ കൂടുവാൻ ഉള്ള കാരണം, ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു. അവർ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, അവരുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയുവാനായിട്ട് അവര് തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബൈസലോ.
അപ്പോൾ വാസ്തവമായിട്ട് ദൈവജനങ്ങൾക്ക് ഒന്നിച്ച് കൂടുവാനായിട്ട് പല സ്റ്റേജുകൾ ദൈവം ഒരുക്കാറുണ്ട്. ഇവിടെ മിസ്പയിൽ അവർ ഒന്നിച്ച് കൂടി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ പല വിധത്തില് ദൈവജനങ്ങൾക്ക് ഒന്നിച്ച് കൂടുവാനായിട്ട് ഉള്ള മുഖാന്തരങ്ങളും പ്രാർത്ഥിക്കാനുള്ള സഹായമുണ്ട്. അതിലൊന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥന തന്നെ. ആമേ, ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്ന ഈ മുഖാന്തരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവജനം ആമേ ഒന്നിച്ച് കൂടുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വ്യക്തിപരമായിട്ട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. എങ്കിലും ആമേൻ ഒന്നിച്ച് കൂടുന്നതിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിലും വളരെ പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ ദൈവ സഭകളിലും ഒക്കെ അല്ലെങ്കിൽ ദൈവമക്കളുടെയും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അവര് ഒന്നിക്കുക. ആമേ യൂണിറ്റിയില് ഒന്നിച്ച് ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമേറിയ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ, നമുക്കറിയാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കാം. നമ്മുടെ ഭാരതത്തെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ പല സ്റ്റേറ്റുകളാണ്, പല ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികളാണ്, പല മതങ്ങള് നമ്മുടെ ഭാരതത്തിൽ ഉണ്ട്, പല വിശ്വാസങ്ങളുണ്ട്, പല കൾച്ചറുകളാണ്. എങ്കിലും ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മളെല്ലാവരും ഒരൊറ്റ നേഷനാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ എന്ന ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ യൂണിറ്റിലാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ വാസ്തവമായിട്ട് നമ്മൾ വ്യത്യസ്തരാകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെയും നമ്മൾ ദൈവസന്നിധിയിൽ ഒന്നിച്ച് ആമേൻ കൂടി വന്ന് ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, നമുക്കറിയാം ദൈവജനം ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കാണ് വളരെ വിടുതൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ ആമേൻ ശത്രുവിന്റെ വളരെ തന്ത്രമാണ് ആമേൻ ദൈവജനങ്ങളുടെ ഇടയിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഭിന്നതകൾ കൊണ്ടുവരിക എന്നുള്ളത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. ആമേൻ, നമുക്കറിയാം ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവര് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ചെയ്ത ഒരു കാര്യമായിരുന്നു അവരുടെ മെത്തേഡ് എന്ന് പറഞ്ഞ ഡിവൈഡഡ് റൂളായിരുന്നു. ഡിവൈഡഡ് റൂളായിട്ട് അവര് ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ ദേശത്തെ പല ഭാഗങ്ങളാക്കി ഓരോ നാട്ടുരാജാക്കന്മാരെ ഏൽപ്പിച്ച ചെറിയ ചെറിയ സ്ഥാനങ്ങളായിട്ട് അവരെ ഭരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അവരെ ഒന്നിച്ച് പൈസ നിൽക്കുവാനോ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കാനോ ഒന്നും കഴിയത്തില്ല. അവരുടെ ശക്തി കുറയ്ക്കുവാൻ വേണ്ടിയാണ് അവര് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നിയമം കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ദൈവജനം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആമേൻ വളരെ പവർ ശക്തിയുള്ളത്. നമ്മളെ പറയാറുണ്ടല്ലോ ഐക്യമത്യം മഹാബലം. അപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആമേൻ പൈസ വാസ്തവമായിട്ട് അവിടെ വളരെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം ആദിമ സഭയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ അവരെ ഒരുമിച്ച് ഇരുന്നു എന്ന് അപ്പോസ്തല 2 നമ്മൾ വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ വായിക്കുന്നുണ്ട് അവർ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ കൂടി വന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആദിമകാലങ്ങളൊക്കെ ദൈവജനം ഒരുമനപ്പെട്ട് കൂടി വന്നു, ആമയെ പ്രാർത്ഥിക്കുന്നു, അപ്പം നുറുക്കുന്നു, ആരാധിക്കുന്നു എന്നൊക്കെ ആമയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാസ്തവമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരിക. ഇവിടെ നമ്മൾ കാണുന്നത് അവർ മിസ്പയിൽ ഒന്നിച്ച് കൂടി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല അവർ ഒന്നിച്ച് കൂടി അവർ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. അവർ അവരുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അവരെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയിൽ 4 ഭാഗങ്ങളുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അത് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കും. ഒന്ന് നമ്മൾ അഡോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധാനത്തെങ്കിൽ വണങ്ങുക, അല്ലെങ്കിൽ വളരെ ഹമ്പിളായിട്ട് നമ്മെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിൽ വായിക്കുന്നുണ്ടല്ലോ വരിക പൈസ വണങ്ങി അതിന് മുമ്പിൽ നമസ്കരിക്കുക എന്ന ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വണങ്ങുക അല്ലെങ്കിൽ ബോഡവൺ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൈവത്തിൽ വായിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പല പോസ്റ്ററുണ്ട്. എന്ന് വെച്ചാൽ പല രീതിയിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മുട്ടുമേലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തില്
നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം പല വിധത്തിലുള്ള പോസ്റ്റർ, പല വിധത്തിലുള്ള പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ ഈ പോസ്റ്റർ അല്ലെങ്കിൽ ഇതിലല്ല പ്രാർത്ഥനയുടെ വിടുതൽ എന്ന് പറയുന്നത്. നമ്മൾ മുട്ടുപേരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, കയറുയർത്തി പ്രാർത്ഥിക്കുന്നു, അതിലെല്ലാം വിടുതൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. എങ്കിലും ശുദ്ധ ഹൃദയത്തോടുകൂടെ സിൻസിയറായിട്ടുള്ള പ്രാർത്ഥനയാണ് വാസ്തവമായിട്ട് ദൈവം കേൾക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പൊ അതിനർത്ഥം മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കേണ്ട എന്ന അർത്ഥമല്ല. മുട്ടുമേൽ ഇരിക്കുവാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. എന്നാൽ പ്രായമനുസരിച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒക്കുന്ന സാഹചര്യമല്ല എന്ന് നമുക്കറിയാം. പൈസലോട്ട് ദൈവത്തിൽ വായിക്കുമ്പോഴൊക്കെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച ഒത്തിരി പേര് നമുക്ക് കാണുവാൻ നോക്കണം കഴിയുന്നുണ്ട്. ദാനിയേൽ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു, ശലോമോൻ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു. പൗലോസ് പറയുന്നുണ്ട്, സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. അപ്പൊ അങ്ങനെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഒത്തിരി പേരെ നമുക്ക് ബൈബിളിൽ കാണുവാൻ തൊക്കണം കഴിയുന്നുണ്ട്. എന്നാൽ അവിടൊക്കെ വാസ്തവമായിട്ട് കാണുവാൻ കഴിയുന്നത് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലാണ് വാസ്തവ ദൈവത്തിന്റെ വിടുതൽ കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റൊരു കാര്യം, പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ആർ ഗിവിംഗ് താങ്ക്സ് ടു ദ ലോർഡ്. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ നന്ദി കരയറ്റുക. പ്രത്യേകം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചപ്പോഴും പൈസയുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വിടുതലുണ്ടായി എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി കരയറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പൈസ ലോർഡ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ വിടുവിച്ച വിടുതലുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി കരയറ്റുക. പ്രാർത്ഥനയിൽ നന്ദി കരയറ്റുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ വിടുവിച്ചു, പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ ഇടയായിത്തീരണം. നമുക്കറിയാം ബൈബിളിലെ 10 കുഷ്ഠരോഗികളുടെ കാര്യം നമുക്കറിയാം. കർത്താവായ യേശു സൗഖ്യമാക്കിയ കുഷ്ഠരോഗികൾ 10 പേര് സൗഖ്യം പ്രാപിച്ച് അവർ അവരുടെ ഭവനങ്ങളിലേക്ക് പോയി. എന്നാൽ നമുക്കറിയാം അതിൽ ഒരുവൻ മാത്രമാണ് മടങ്ങി വന്ന യേശുവിന്റെ അടുക്കൽ വന്ന കർത്താവിനോട് നന്ദി പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ യേശു എന്നാണ് പറഞ്ഞത്, ഞാൻ 10 പേരെയാണല്ലോ സൗഖ്യമാക്കിയത്, എന്നാൽ 9 പേര് എങ്ങോട്ട് പോയി? അപ്പോൾ 9 പേര് സൗഖ്യം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു അവരുടെ വഴിക്ക് പോയി. അവരെ നന്ദി പറയുവാനായിട്ട് മടങ്ങി വന്നില്ല എന്ന് യേശുവോടെ സൂചിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ എപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ച വിടുവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഇടയായിത്തീരണം. മറ്റൊരു കാര്യം, പ്രാർത്ഥനയിൽ സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ യാചനകളോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ നോർമൽ പ്രാർത്ഥന ഉണ്ട്. എന്നാൽ നമുക്കറിയാം സപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ യാചിക്കുക എന്ന് പറഞ്ഞാൽ ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട്. നമുക്കറിയാം ഓരോ വിഷയങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേക ക്രിട്ടിക്കലായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥയോടുകൂടെ പൈസോ നമ്മളെ യാചിക്കുന്നു, നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നമ്മൾ പേരകത്ത് വായിക്കുന്നുണ്ട്, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എത്ര വേണ്ടത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അപേക്ഷ അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ യാചിക്കുന്നു. അങ്ങനെ പൈസോ ദൈവസന്നിധാനത്തെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തെ സ്ഥാനത്തിൽ കർത്താവ് നമ്മൾ വിടുവിക്കുന്നവരെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് അപേക്ഷകളോടുകൂടെ യാചനകളോടുകൂടെ ഹമ്പിളായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയമുണ്ട്. 4ാമത്തെ കാര്യമാണ് റിപ്പന്റൻസ്. പ്രാർത്ഥന ഉണ്ടായിരിക്കണം മാനസാന്തരം എന്നുള്ളത് വൈസല്ലോ. അപ്പോൾ ഇവിടെ ആ കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. അവർ മിസ്പയിൽ ഒരുമിച്ച് കൂടി അവർ മാനസാന്തരപ്പെട്ടു. അവരുടെ പാപങ്ങളെ അവരെ ഏറ്റുപറഞ്ഞ് അവരെ പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ ദൈവമക്കളാണ് എങ്കിൽ തന്നെയും പൈസലോ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കുറവുകളുണ്ട്. പൈസലോ ദൈവത്തിന്റെ ഒരുത്തരമാകുന്ന നീതിമാൻ ആരുമല്ല, ഒരുത്തരം പോലും ഇല്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നിരുമ്പോഴൊക്കെ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് അതിനൊരു ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. നമുക്കറിയാം പ്രാർത്ഥനയിൽ വാസ്തവമായിട്ട് റിപ്പന്റൻസ് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ദാനിയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് 9-ാം അധ്യായം അതിന്റെ പുസ്തകത്തില് വായിക്കും
വായിക്കുവാനായിട്ട് എഴുതുന്നത് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങൾ പാപം ചെയ്തു വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. അപ്പൊ നോക്കുക, ഇവിടെ ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് മാത്രമേ തീരുകയുള്ളൂ എന്ന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ ദാനിയേല് മനസ്സിലാക്കിയപ്പോൾ, ആമേൻ, ദാനിയേല് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചപ്പോൾ അവൻ ചെയ്ത കാര്യമാണ്. ആമേൻ. അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, പൈസലോട് ഞങ്ങൾ വിടമായി നടന്നു, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു. നമുക്കറിയാം ദാനിയേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിൽ അവൻ നല്ല മനുഷ്യനായിരുന്നു, അവൻ പ്രാർത്ഥന മനുഷ്യനായിരുന്നു, അവന് കൃത്യനിഷ്ഠുള്ള മനുഷ്യനായിരുന്നു, അവൻ പ്രമാണത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. എങ്കിലും അവൻ അങ്ങനെ പാപം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആമേൻ അവിടെ ആമേൻ ഒരു വിടുതലിന് വേണ്ടി അവനെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ വാസ്തവമായി അവന്റെ മാത്രമല്ല അവരുടെ ജനങ്ങളുടെയും പാപം അവന് വഹിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു ഉപേക്ഷിക്കുന്നു. കാരണം അവൻ വാസ്തവമായിട്ട് അവിടെ വിടുതൽ ഉണ്ടാകണമെങ്കിൽ അവനറിയാം അവര് ബാബിലോണിലേക്ക് പ്രവാസികളായി പോകുവാനുള്ള കാരണം ഇസ്രായേൽ ജനങ്ങളുടെ ദുഷ്ടതയും പാപവും മത്സരവും അനുസരണക്കേട് നിമിത്തമായിട്ടാണ് അവര് അങ്ങനെ പ്രവാസികളായി പോകുവാൻ ഇടയായിത്തീർന്നത്. അപ്പൊ അതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ ആമേൻ അവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകണം, യഥാസ്ഥാനം ഉണ്ടാകണം, പാപത്തിൽ നിന്നുള്ള വിടുതൽ ഉണ്ടാകണം. അപ്പോൾ എങ്കിൽ മാത്രമേ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ആമേ ഈ ദാനിയേല് ആമേ പൈസോ ആ ജനങ്ങളുടെ പാപങ്ങൾ മൊത്തം വഹിച്ചുകൊണ്ട് ആമേ, കർത്താവെ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, പൈസലോ, നിന്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ അനിഷ്ടമായി നടന്നു, വികടമായി നടന്നു, ഞങ്ങൾ ഞങ്ങളുടെ തോന്നിയ പോലൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആമേ ദാനിയേല് ആമേൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആമേ പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു, പൈസലോ. നമുക്കറിയാം ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ വായിക്കുമ്പോൾ ഓശായുടെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ആമേൻ അവർ അവരുടെ പാപങ്ങളെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും എന്നാണ് കർത്താവ് പറയുന്നത്, പൈസലോ. അപ്പോൾ ദൈവജനം അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ആമേൻ ഞാൻ പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും എന്നാണ് നമ്മൾ ഹോശിയ 5:15 വായിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവജനം അവരുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്, പൈസലോ. അപ്പോൾ നോക്കൂ ദാനിയേലിന്റെ പ്രാർത്ഥന. അത് മാത്രം നമുക്ക് നെഹമ്യാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അവൻ നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, പൈസലോ. കാരണം യെരൂശലേമിന്റെ മതില് ഇടിഞ്ഞും തീവച്ച് ഒക്കെ നശിച്ച് കിടക്കുന്ന കാര്യങ്ങള് അവനെ അറിഞ്ഞ സമയത്ത് അവന് കുറെ നാളിരുന്നു, ദുഃഖിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. എന്നിട്ട് അവന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാനും ആമേ എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ വാചകമാണ്, ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു എന്നാണ് നെഹമ്യാവ് പറയുന്ന പൈസൽ. അപ്പൊ നോക്കുക, ഈ നെഹമ്യാവും അവൻ ദൈവസ്ഥാനത്തേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ അവന്റെയും ജനങ്ങളുടെയും പാപങ്ങൾ അവൻ വഹിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് ആമേ പ്രാർത്ഥിക്കുന്ന ആമേ പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന പൈസൽ. അപ്പോൾ വാസ്തവമായിട്ട് ആമേ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ദൈവിക വിടുതലിന് വേണ്ടി ആമേ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ആമേൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പൈസൽ. ആമേൻ. നമുക്കറിയാം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, പൈസൽ. അപ്പൊ അതുകൊണ്ട് ആമേൻ ഇവിടെ ഇസ്രായേൽ ജനം മിസ്പയിൽ ഒരുമിച്ച് കൂടി ആമേൻ, പൈസലോ, അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ആമേൻ, കർത്താവെ, ഞങ്ങൾ ദൈവത്തെ വിട്ട് അനുദൈവങ്ങളെ സേവിച്ച് ദൈവത്തെ മാത്രം സേവിക്കാതെ ആമേൻ ഉള്ള ലൈഫിലായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, അവര് വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് റിച്വലായിട്ടുള്ള ഒരു സിസ്റ്റം അല്ല അത് അവിടെ കാണുവാൻ കഴിയുന്നെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ കംപ്ലീറ്റ് സറണ്ടറാണ്. അവർ ദൈവസന്നിധിയിലേക്ക് സറണ്ടർ ചെയ്യുന്ന, അവരെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്
വെള്ളം കോരി ഒഴിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ റിച്വലായിട്ടുള്ള ഒരു കഷ്ടമല്ല അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്ന, വിട്ടുകൊടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, വെള്ളം കോരി നമ്മൾ നിലത്ത് മണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ ആ വെള്ളം നമുക്ക് തിരികെ ലഭിക്കാനായിട്ട് കഴിയത്തില്ല. അത് മണ്ണിൽ അതെല്ലാം പോവുകയാണ്. എന്നുപോലെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്ത്, സറണ്ടർ ചെയ്ത്, വിട്ടുകൊടുത്ത് ഉള്ള രീതിയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയുന്ന ബൈസലം. അപ്പോൾ അങ്ങനെ അവർ മിസ്പയിൽ അവർ ഒരുമിച്ച് കൂടി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ പാപങ്ങളെ കുറിച്ച് ഏറ്റു പറഞ്ഞു. അവരെ ഉപവസിച്ച് അവിടെ പ്രാർത്ഥിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു ബൈസലം. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ അവരെ ഒരുമിച്ച് മിസ്പയിൽ കൂട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ മിസ്പയെ കുറിച്ച് നമുക്ക് ദൈവത്തിൽ വായിക്കുമ്പോൾ ദൈവജനം പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി വരുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് മറ്റ് പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ബൈസലോ. ഈ മിസ്പ അല്ലെങ്കിൽ വാച്ച് ടവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിന് പല മീനിങ്ങുകളുണ്ട്, അർത്ഥമുണ്ട് ബൈസലോ. വാച്ച് ടവർ എന്ന് നമുക്ക് കാണുമ്പോൾ അലർട്ടായിട്ട്, മിലിറ്ററി അലർട്ടിന് നമുക്കറിയാം, അവര് ബൈസലോ വീക്ഷിക്കുന്ന ഒരു സ്ഥലം, അലർട്ടായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ വാച്ച് ടവർ മിസ്പ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കറിയാം, ഈ യഹോവ സാക്ഷികൾ അവർക്ക് അവരുടെ ഒരു മാഗസിനുണ്ട്. അതിൽ വീക്ഷാഗോപുരം അല്ലെങ്കിൽ വാച്ച് ടവർ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഈ മിസ്പയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വാസ്തവമായിട്ട് ദൈവസന്നിധിയിൽ ഉടമ്പടി എടുത്ത ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്ലേസ് ഓഫ് കവനന്റ്, ഒരു ഉടമ്പടിയുടെ സ്ഥലമായിട്ടാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 31-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 48-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 31-48 ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ അത് വായിക്കാം. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലത് എന്നും മിസ്പ കാവൽമാടം എന്നും പേരായി. മിസ്പ അല്ലെങ്കിൽ കാവൽമാടം എന്നും പേരായി. മതി. ഓക്കെ. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ലാബാനും യാക്കോബും തമ്മിൽ ഒന്നിച്ച് ചേർന്ന് അവിടെ അവർ തമ്മിൽ എടുക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്, കവനുണ്ട്. അങ്ങനെ എടുത്ത ഒരു സ്ഥലമാണ് ഈ മിസ്പ എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഇതിന്റെ സംഭവം നമുക്കറിയാം. ഈ യാക്കോബ് വർഷങ്ങൾ ലാബാനെ സേവിച്ച് ഒരു സുപ്രഭാതത്തിൽ ലാബാൻ അറിയാതെ അവന്റെ ഭാര്യമാരെയും ആടുമാടുകളെയും എല്ലാ സമ്പത്തുമായിട്ട് അവന് ഓടിപ്പോയ സന്ദർഭമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ലാബാൻ അറിയാതെ അങ്ങനെ അവന് ഓടി പോകുന്ന പോകുമ്പോൾ ലാബാൻ വിവരം അറിയുവാനായിട്ടിടയായി തീർന്നു. അവന് ദേഷ്യം വന്ന് അവൻ ആൾക്കാരൊക്കെ കൂട്ടി അവന്റെ പുറകെ വരുവാൻ തൊക്കണം ഇടയായി തീർന്നു. കാരണം ദേഷ്യം കൊണ്ട് അവനെ, യാക്കോബിനെയും ഭാര്യമാരെയും അവരെല്ലാം ഉപദ്രവിക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ ഇടപെടല് ലാബാൻ ഉണ്ടാകുവാൻ തൊക്കണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ദൈവം ലാബാന് പ്രത്യക്ഷനായി പറഞ്ഞു, എന്റെ ദാസനാകുന്ന യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യുവാനായിട്ട് തിരികെ. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാനിടയായി തീർന്നു. അപ്പോൾ വാസ്തവമായിട്ട് യാക്കോബിനെ കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിന്റെ പർപ്പസ് ഉള്ള യാക്കോബിനെ ഉപദ്രവിക്കാനായിട്ട് ലാബാൻ കടന്നു വന്ന സമയത്ത് അവിടെ ദൈവം ഇടപെട്ടു. പൈസലോ, എന്റെ ദാസനാകുന്ന യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ അത് പൈസലോ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ അവൻ വന്ന ആ കോപവും ദേഷ്യവും ഒക്കെ മാറി പൈസലോ അവനെ ഉപദ്രവിക്കുന്ന അത് മാറുവാനിടയായിത്തീർന്നു. അങ്ങനെ അവർ തമ്മിൽ അവിടെ മീറ്റ് ചെയ്തു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. അവൻ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് എന്നെ അറിയാതെ ഓടിപ്പോയത്? നീ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ നല്ല രീതിയിൽ യാത്ര അയക്കുമായിരുന്നു എന്നൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് അവർ തമ്മിൽ ഒരു ഉടമ്പടി എടുത്തു, തീരുമാനമെടുത്തു.
നീ എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുവാന്നൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ അവരവിടെ തീരുമാനമെടുത്തു. കല്ല് എടുത്ത നാട്ടി ആ സ്ഥലത്തിന് മിസ്പ എന്ന പേരായി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് പൈസ. അപ്പൊ മിസ്പ എന്ന് പറയുന്നത് ദ പ്ലേസ് ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന പൈസലോ. അപ്പൊ ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടി ആ ഉടമ്പടിയുടെ സ്ഥലമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഉടമ്പടിയെ കുറിച്ച് വായിക്കുമ്പോൾ പല വിധത്തിൽ ഉള്ള ഉടമ്പടിയുണ്ട് പൈസലോ. മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയെ കുറിച്ച് നമുക്ക് കാണുവാൻ നോക്കണം കഴിയുന്നുണ്ട് പൈസലോ. എന്നാൽ നമുക്കറിയാം, ദൈവം മനുഷ്യരോട് ചെയ്യുന്ന ഉടമ്പടികളുണ്ട്, ദൈവവും മനുഷ്യൻ തമ്മിൽ ചെയ്യുന്ന ഉടമ്പടികൾ ഉണ്ട് പൈസൽ. അതിൽ ഒരു കാര്യം നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നുണ്ട്. പൈസലോ, ദൈവം ഈ ഭൂമിയെ മഴ കൊണ്ട് ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ജലപ്രളയത്താൽ നശിപ്പിച്ചു. അവിടെ കാണുന്നുണ്ട്, കർത്താവ് പിന്നെ പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന ദൈവം ഒരു തീരുമാനമെടുത്ത് നിയമം ചെയ്തു. അപ്പോൾ മഴ വരുമ്പോൾ, മേഘം കാണുമ്പോൾ ആകാശത്ത് മഴവില്ല് കാണും. അപ്പോൾ അത് മഴവില്ല് ഒരു അടയാളമായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ ദൈവത്തിന്റെ നിയമമാണ്, ഉടമ്പടിയാണ്. ഇനി ജലപ്രളയം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ ഒരു ഉടമ്പടി മനസ്സിലാണ്. അപ്പൊ ദൈവം മനുഷ്യരോട് ഉടമ്പടി ചെയ്യാറുണ്ട്. നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്തു, ഉടമ്പടി ചെയ്തു. അബ്രഹാമിക് കവനന്റ് പൈസലോൺ. ദൈവം മോശയോട് ഉടമ്പടി ചെയ്യുവാൻ തൊക്കെ ഇടയായി തീർന്നു. ദൈവം നോഹയോട് നിയമം ചെയ്തു, ഉടമ്പടി ചെയ്തു. അപ്പൊ ദൈവം മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ കവനന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന പൈസലോൺ കവനന്റ്, ഉടമ്പടി പൈസ. ദൈവത്തോട് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിന് പല കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യാക്കോബിനെ കുറിച്ചാണ് പൈസലോ. അപ്പൊ യാക്കോബ് തന്റെ ഭവനത്തിൽ നിന്ന് ലാബാന്റെ ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് പൈസലോ. അവന് സന്ധ്യ ആയപ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു സ്ഥലത്ത്, ലൂസ എന്ന സ്ഥലത്ത് അവൻ കിടന്ന് ഉറങ്ങി, കല്ല് തലണയായി വെച്ച് ഉറങ്ങി. അപ്പോൾ കണ്ട സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പൈസലോ. അപ്പോൾ വാസ്തവമായിട്ട് ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടവനോട് ഇടപെടുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യാക്കോബ് അതുകൊണ്ട് യഹോവ ഇവിടെ ഉണ്ടായിരുന്ന സത്യം ഞാനോ അറിഞ്ഞില്ല. ദൈവിക ഇടപെടൽ ഉണ്ടായപ്പോൾ അവൻ ദൈവസന്നിധാനത്തിങ്കിൽ അവന് തീരുമാനം എടുക്കുവാൻ ഇടയായിത്തീർന്നു, നേർച്ച നേർന്നു, ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പോകുന്ന യാത്രയിൽ നീ എന്നോടുകൂടെ ഇരിക്കുകയും എനിക്ക് ധരിക്കുവാൻ വസ്ത്രവും പാർക്കുവാൻ പാർപ്പിടവും ഭക്ഷിപ്പാൻ ആഹാരവും തരികയും എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നീ എന്നെ ക്ഷേമത്തോടെ മടക്കിക്കൊണ്ടുവരികയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും പൈസലോ. അവൻ ഡിമാൻഡ് ചെയ്യുന്ന ഡിമാൻഡ് വളരെ ചുരുക്കമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പോകുന്ന യാത്രയിൽ എന്നോടുകൂടെ ഇരിക്കണം, ഭക്ഷിപ്പാൻ ആഹാരം തരണം, എന്നെ ക്ഷേമത്തോടെ മടക്കി കൊണ്ടുവരണം. എന്നാൽ അവൻ പറയുകയാണ് പൈസലോ, അങ്ങനെ ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. യഹോവ യാഹ്വേ എന്ന് പറഞ്ഞ the God of Hebrew will be my personal God. യഹോവ എന്റെ വ്യക്തിപരമായ ദൈവമായിരിക്കാം, ദൈവത്തെ ഞാൻ സേവിക്കും പൈസലോ. മറ്റൊരു കാര്യം അവൻ തീരുമാനം എടുക്കുകയാണ്, നമ്മുടെ ഇവിടെ കല്ല് കൂട്ടി വെച്ചിരിക്കുന്നു, ഞാൻ മടങ്ങി വരുമ്പോൾ എന്റെ ദൈവത്തിന് ഞാനൊരു ആലയം പണിയും പൈസലോ. അപ്പൊ നോക്കുക, ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഉള്ള തീരുമാനമാണ്, ഞാൻ ദൈവത്തിന് ആലയം പണിയും. മൂന്നാമത് പറയാണ്, എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം കൊടുക്കും പൈസ. അപ്പോ ദൈവസന്നിധിയിൽ അവൻ എടുക്കുന്ന ഉടമ്പടി തീരുമാനം, ദൈവത്തിന്റെ സന്നിധാനത്തെങ്കിൽ അവൻ തീരുമാനം എടുത്തു പൈസ. നമുക്കറിയാം, ഹന്ന ദൈവസ്ഥാനത്തെങ്കിൽ പ്രാർത്ഥിച്ചു, അവൾ പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ദൈവസ്ഥാനത്തെങ്കിൽ അവളുടെ ഹൃദയത്തെ പകർന്നു, അവൾ പ്രാർത്ഥിക്കുവാനിടയായി തോന്നു, ദൈവത്തോട് നേർച്ച തന്നു, നീ എനിക്ക് ഒരു മകനെ തരുവാണെങ്കിൽ ഞാൻ അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും പൈസ. അപ്പോൾ ദൈവസന്നിധാനത്തിൽ ഉടമ്പടി എടുക്കുന്ന, ദൈവത്തോട് നിയമം ചെയ്യുന്ന, ദൈവമായിട്ട് കവനന്റ് ചെയ്യുന്ന വ്യക്തികളാണ് ദൈവം ആഗ്രഹിക്കുന്ന പൈസലോ. നാം കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന പൈസലോ. അപ്പോൾ വാസ്തവമായിട്ട് ദൈവത്തിൽ പ്രകാരം കാണുവാൻ തൊക്കെ കഴിയുന്നുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ പൈസലോ. അപ്പൊ യാഗം എന്ന് പറയുമ്പോൾ വർഷിപ്പ് നമുക്കറിയാം. എന്നാൽ നിയമം, കവനന്റ് ചെയ്ത ദൈവസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് സമർപ്പിക്കപ്പെട്ട
ആമേ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവസന്നിധാനത്തിൽ സമർപ്പണത്തോടുകൂടെ കമ്മിറ്റ്മെന്റോടുകൂടെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം സമയം എടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ വായിക്കുന്നുണ്ട്, അവർ മിസ്പയിൽ ഒരുമിച്ച് കൂടുവാൻ ഇടയായി തീർന്നു. അവർ ഒരുമിച്ച് കൂടി ആമേൻ വെള്ളം കോരി ഒഴിച്ചു. അവർ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. ആമേ സറണ്ടർ ചെയ്തു. ആമേൻ. പ്രൈസ്. അത് മാത്രമല്ല, അവരുടെ പാപങ്ങളെ അവർ ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അവർ തിരിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ ഉപവസിച്ചു, ആമേ പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, അങ്ങനെ അവർ ജനം ഒരുമിച്ച് കൂടി ഐക്യതയോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു. കാരണം നാളുകളായി ഫെലിസ്ത്യർ കടന്നു വന്ന് ആക്രമിച്ച് ഞെരുക്കി ആമേൻ അവരെ നശിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണ വിടുതലുണ്ടാകണം. ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് അവർക്ക് തിരിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു, അവർ ഒരുമിച്ച് കൂടി എന്നറിഞ്ഞപ്പോൾ നമുക്ക് താപോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേ ശത്രു പിന്നെയും അറ്റാക്ക് വന്നിട്ട് വന്നു അവർ ഒരുമിച്ച് കൂടിയത് കേട്ടപ്പോൾ. എന്നാൽ ആമേ ജനങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറഞ്ഞു. പിന്നെയും അവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. ദൈവം അവിടെ എഴുന്നേറ്റു. ആമേൻ. അവരുടെ ഫെലിസ്ത്യരുടെ ഒരു വലിയ ഭയം, ഭീതി ദൈവം അയച്ചു. ആമേൻ. ഈ ഫെലിസ്ത്യരെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. പൂർണ്ണമായി നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു എന്ന് ആമേൻ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ ആ ഭാഗത്ത് കാണുമ്പോൾ 7-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, നാളുകളായി ഫെലിസ്ത്യർ കടന്നു വന്ന് ആക്രമിച്ച് ഇവരെ ഞെരുക്കിയ ഈ സാഹചര്യത്തിൽ നിന്ന് ഈ ഫെലിസ്ത്യനെ ഒതുക്കുവാൻ എങ്ങനെ കഴിഞ്ഞു? ദൈവജനം ആമെ ഒരുമിച്ച് കൂടി ആമെ പ്രാർത്ഥിച്ചു, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ആമേൻ. അവർ ഉപസിച്ച് പ്രാർത്ഥിച്ചു, അവർ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചു. ആമേനോട് വായിക്കുന്നത് ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുക്കി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാളുകളായി നമ്മെ ഒതുക്കുന്ന ശത്രു, നാളുകളായി നമ്മെ ഞെരുക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കുവാൻ തക്ക വേണം ചെയ്യുവാൻ തക്ക ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവജനം ഒരുമിച്ച് കൂടുക, ദൈവസ്ഥാനത്തെങ്കിൽ മാനസാന്തരപ്പെടുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഞെരുക്കുന്ന ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഫെലിസ്ത്യർ ഒതുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒതുക്കുവാൻ കഴിയുന്ന ഒറ്റ കാര്യം പ്രാർത്ഥന മാത്രമാണ്. ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരു നാളും കാണുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 14-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന, എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. ഇസ്രായേലിന് തിരികെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഇസ്രായേൽ ജനം കടന്നു വന്ന് ആക്രമിച്ച് അവരുടെ കൈക്കലാക്കിയ ദേശങ്ങൾ, അവരുടെ വസ്തുക്കൾ, അവരുടെ സമ്പത്തുകൾ ഇതൊക്കെ പ്രൈസ് ദി ലോർഡ് തിരികെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശത്രു കടന്നു വന്ന ഞെരുക്കി നമുക്ക് ലഭിക്കേണ്ട നന്മകളൊക്കെ തടഞ്ഞു വെച്ച് പ്രൈസ് ദി ലോർഡ് അതിനെ കൈവശമാക്കി ഇല്ലാതാക്കി നശിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തന്ന് തിരികെ തരുന്ന ഒരു കർത്താവിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് സദാർത്ഥത്തിൽ ആത്മാർത്ഥമായി കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തോട് നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായി തീരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കണം. കർത്താവ് ശക്തനാകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത ദൈവത്തിന്റെ നന്ദിയോട് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല, വൃഥാവല്ല. കർത്താവ് നമ്മെ വിടുവിക്കുന്ന കർത്താവാണ്. നമ്മുടെ പരിസ്ഥിതി അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമായിരിക്കാം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വല്ലങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം തന്ന എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ ലഭിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവിന്റെ വിശുദ്ധദാസനെ കൂടി ദൈവാത്മാ നമ്മെ കേൾപ്പിക്കുവാനിടയായി. ആഴമേറിയ ദൈവീയ ദൂത ദൈവാത്മാ നമ്മൾ സംസാരിപ്പടയായി. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി ദൈവാത്മാവ് സംസാരിപ്പടയായി. അവർ മിസ്ബയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവസാന ഭാഗത്ത് പറയുകയാണ്,
ശത്രുവിൻ്റെതാകുന്ന എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയി. ശത്രു ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം നിലകളില്, എന്തെല്ലാം പദ്ധതികൾ ദൈവജനത്തിനെ ഒരുക്കിയാലും ദുഷ്ടന്റെ ഒരായുധവും ഫലിക്കുകയില്ല. ദൈവത്തിന്റെ വലിയ വിടുതലിനെ പറ്റി ദൈവാത്മാവ് സംസാരിപ്പടയായി. ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലുകൾ മടക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറഞ്ഞ് നാം കർത്താവിനടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. അവന്റെ ഉപകാരങ്ങളെ ഓർത്ത് നാം ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിക്കണം. 10 പേര് വിടുതൽ പ്രാപിച്ചു, എന്നാൽ ഒരാൾ മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കുഷ്ഠരോഗികൾ ഒരാൾ മാത്രം നന്ദി പറയുവാൻ വേണ്ടി മടങ്ങി വരുവാടയായി. നമ്മൾ എത്ര നന്ദി കർത്താവിന് പറഞ്ഞിട്ടുണ്ട്? ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടോ? ഇന്ന് പകൽക്കാല കർത്താവ് ചെയ്ത നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി ഒക്കെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വെള്ളത്തിരക്കിനിടയിലും കടന്നു വന്ന് വനം സൃഷ്ടിപ്പാൻ ദൈവം കർത്താവിന്റെ ദാസനെ സഹായിച്ചല്ലോ. ദൈവനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. കർത്താവിനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും കഥ ശക്തമായി ഉപയോഗിക്കട്ടെ. പ്രത്യേകിച്ച് റീജിയന്റേതായ ചുമതലയുണ്ട്, കൗൺസിലിന്റേതായ ചുമതല, എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിന്റെ ദാസനെ കുടുംബമായ ദൈവം വീണ്ടും മാനിപ്പാനായിട്ട്, അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നല്ല ഗാനങ്ങൾ പാടുവാൻ ഷായിച്ചാനെയും കർത്താവ് സഹായിച്ചല്ലോ. എല്ലാ പ്രാർത്ഥനാ സഹായികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ദിവസത്തെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ വലിയ കരം ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ബാബു പാസ്റ്റർ പ്രാർത്ഥിച്ച ആസ്വാദത്തോടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. ബാബു ഫിലിപ്പ് പാസ്റ്റർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. നമുക്ക് ദൈവം നൽകിയ വിടുതലിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവർ ഒന്നിച്ച് മിസ്ബയിൽ കൂടി ഒരുമിച്ച് വെള്ളം കോരി അവർ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചു. അവരെടുത്ത ഉടമ്പടിയുടെ മുമ്പിൽ ഒന്നിച്ചുകൂടി ദൈവസന്നിധി സമർപ്പിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ദൈവം ഒന്നിച്ചുകൂടി കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനിടയായി. എടുത്ത ഉടമ്പടിയുടെ മുമ്പിൽ, സമർപ്പണത്തിന് മുമ്പില്, ആ കരാറിന്റെ മുമ്പില് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പിൽക്കാലം കർത്തൃത്വത്തിലൂടെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 570-ാമത്തെ പ്രാർത്ഥനയുടെ തണലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന കർത്താവിന്റെ ഭക്തനായ ഡേവിഡ് പാസ്റ്ററിലൂടെ കേൾപ്പിച്ച ദൈവിക വചനങ്ങൾക്കായി സ്തോത്രം. പ്രാരംഭത്തിൽ കർത്താവിനത്തിലൂടെ കേൾപ്പിച്ച ഗാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമേറിയ വചനത്തിനായി സ്തോത്രം. ജനം ഒന്നിച്ചുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്ന് ഞങ്ങൾ കേൾക്കുന്നല്ലോ. കർത്താവിന്റെ തിരുസന്നിധിയില് ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി വരുവാൻ, ഞങ്ങൾക്ക് 570-ാമത്തെ ദിവസവും ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൂടി അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ചല്ലോ. കേൾപ്പിച്ച ചിന്തകൾക്കും വചനങ്ങൾക്കായി തന്ന ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കുടുംബമായി ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ എല്ലാ കുടുംബ അംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ എല്ലാ പ്രവർത്തന മേഖലകളെ, എല്ലാ ചർച്ചകളെയും അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിവൃത്തന്മാരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷകർത്തൃത്വത്തിനെ അനുഗ്രഹിച്ചാട്ടെ. മാത്രമല്ല, ഞങ്ങളിപ്പോൾ കർത്താവെ അങ്ങുമെങ്ങും ഞങ്ങൾ പിരിയുന്നു. ഞങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾക്ക്, ആത്മീയമായ ശുശ്രൂഷകള്, ജോലി കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ വിദ്യാലയത്തിലേക്ക്, തുടർന്നുള്ള ഓരോ കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെയും കർത്താവ് കടന്നു പോകുമ്പോൾ എന്റെ മക്കൾ ഓടിച്ചു പോകുന്ന എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാം നീ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. മാത്രമല്ല, ഇന്ന് പ്രാർത്ഥനയിൽ ഞങ്ങൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഹോസ്പിറ്റലിലായിരിക്കുന്നവര്, പല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നത്, ശാരീരിക അവസ്ഥകളൊക്കെയുമായി ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ കൂടി സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കും. പ്രാർത്ഥന സ്തോത്രം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തെ താഴ്മപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണം പിതാവേ.
പ്രാർത്ഥിച്ച സകല വിഷയത്തോടും അവരുടെ പ്രവർത്തന എല്ലാ പ്രിയപ്പെട്ട വിശേഷിയാൽ കർത്തൃത്വത്തോടും ആവേശത്തോട് ഇപ്പോഴും എന്നേക്കും യേശു ക്രിസ്തുവിന്റെ അവയെ വരോളം അവയെ ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു കർത്താവ് അനുഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹചര്യങ്ങളും നന്ദി അറിയിക്കുന്നു. ഡേവിഡ് പാസ്റ്ററോട് ഒരിക്കൽ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.